ഓരോ വർഷവും UN ഓരോ പുതിയ തീംസ് കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ വർഷമാണെങ്കിൽ വെള്ളം, പീസ് അല്ലെങ്കിൽ സമാധാനത്തിനായി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷം. അങ്ങനെ ഓരോ വർഷവും UN ഓരോ തീം കൊണ്ടുവരാറുണ്ട്. അപ്പം എന്താണ് ഈ ജലത്തിന് ഇത്ര പ്രാധാന്യം എന്നുള്ളത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടാണെങ്കിൽ നമുക്ക് എപ്പോഴും വെള്ളം എന്ന് പറഞ്ഞൊരു കമോഡിറ്റിക്ക് ഇത്രയും ഒരു നമുക്ക് അത്രയും ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. വെള്ളം നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഒന്നും വെള്ളം നമുക്ക് കൊടുക്കാം എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ ഇപ്പോഴ് നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഒരു ഏപ്രിൽ വേണ്ട മാർച്ച് കഴിയുമ്പോഴേ മുതൽ പലയിടത്തും പല വാർഡുകളിലും കുടിവെള്ളക്ഷാമം അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജലം വളരെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. മറ്റ് സ്റ്റേറ്റുകളിൽ ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ഒറീസയിൽ ഞങ്ങൾ കുറച്ച് ഓഫീസേഴ്സ് പോയിരുന്നു. അപ്പൊ അവിടെ ലഭിക്കുന്ന മഴയുടെ അളവെന്ന് പറഞ്ഞാല് വെറും 1500 മില്ലിമീറ്റർ ആണ്. നമുക്കിവിടെ കിട്ടുന്ന എത്രയാണെന്ന് അറിയുമോ? 1500 താഴെ 1400 ആ ഒരു ലഭ്യതയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടെ കിട്ടുന്നത് 3000-ന് മുകളിൽ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എല്ലാ വർഷത്തേക്ക് വേണ്ടി അവർ ആവശ്യത്തിന് സംഭരിച്ച് അവരുടെ കൃഷി ആവശ്യത്തിന് എല്ലാത്തിനും അവർ പൂർണ്ണമായും വിനിയോഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് പറ്റുന്നില്ല. അപ്പൊ അത് നമ്മുടെ എല്ലാവരുടെയും ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വമായിരിക്കണം. നമുക്ക് കിട്ടുന്ന മഴവെള്ളം നമ്മൾ സംരക്ഷിച്ചു നിർത്തണം. ഈ ഒരു കാര്യത്തില് മഴവെള്ളം സംരക്ഷിക്കുന്ന കാര്യത്തില് നമ്മളൊരു അല്പം സ്വാർത്ഥരായാലും ഒരു കുഴപ്പമില്ല. നമ്മളെ വീട്ടിൽ കിട്ടുന്ന വെള്ളം നമ്മുടെ പറമ്പിൽ തന്നെ താഴാൻ അനുവദിക്കുകയും അത് മുഖാന്തരം നമുക്ക് അടുത്ത തലമുറയ്ക്ക് നമ്മുടെ ഭൂമിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാൻ ഈ ഭൂഗർഭ ജലസ്രോതസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജലത്തിന്റെ അളവ് നമുക്ക് വരും തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ വെള്ളം നമുക്ക് എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? കുടിക്കാനും കുളിക്കാനും അല്ലേ? കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കും, പിന്നെ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കും അല്ലേ? ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കും. പിന്നെ നമ്മളെ എനർജി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഊർജ ഉൽപാദനത്തിനും വേണ്ടി വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ഭൂപ്രദേശം അതിനു വേണ്ടി നമുക്ക് വെള്ളം ആവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെള്ളത്തിനെ കുറിച്ച് ആവശ്യം. അപ്പൊ ഈ വെള്ളത്തിനെ നമ്മൾ സംരക്ഷിക്കണം. അത് നമ്മള് ഈ വെള്ളം സംരക്ഷിക്കുകയും അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കൈമാറുകയും ചെയ്യണം. അപ്പൊ നിങ്ങൾക്കിപ്പം നമ്മുടെ പഞ്ചായത്ത് മുഖാന്തരം MGNREGS അല്ലെങ്കിൽ തൊഴിലുറപ്പ് നിങ്ങൾ പലരും ഉൾപ്പെട്ടവരായിരിക്കും അല്ലേ? ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ തൊഴിലുറപ്പ് മേഖലയിൽ? അപ്പൊ അതിലെ തന്നെ നമുക്ക് തൊഴിലുറപ്പില് പറയുന്ന ഒരു പ്രധാന മേഖല എന്ന് പറഞ്ഞാൽ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മഴവെള്ള സംഭരണ യൂണിറ്റുകൾ. അത് നമ്മുടെ പഞ്ചായത്തില് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ MGNREGSല് വളരെ ശക്തമായി പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ വെള്ളം സംരക്ഷിക്കുന്ന മേഖലകള്, ചെറിയ കുളങ്ങള്, നമ്മുടെ പ്രകൃതിദത്തമായ കുളങ്ങളെ സംരക്ഷിച്ച് അതിനകത്ത് മാക്സിമം വെള്ളം, മഴക്കുഴി നിർമ്മാണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഉൾപ്രദേശങ്ങളിലെല്ലാം വെള്ളം എത്രത്തോളം സംരക്ഷിച്ച് നീർച്ചാലുകൾ, ചെറിയ നീർച്ചാലുകൾ ഉണ്ടെങ്കിൽ പല പുരയിടങ്ങളിലും കണ്ടിട്ടുള്ള ചെറിയ നീർച്ചാലുകളെല്ലാം അവർ നശിപ്പിച്ചതിന് ശേഷം അവിടെ കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കും. പക്ഷെ ഇതാണ് നമ്മുടെ നാട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയൊരു കാരണം. പ്രകൃതിദത്തമായി ഉണ്ടായിരിക്കുന്ന ചാലുകളെ നമ്മൾ നശിപ്പിച്ച് അതിലെ പ്രകൃതിദത്തമായി ഇതിനെ നശിപ്പിച്ച നീരൊഴുക്കിനെ നശിപ്പിക്കുന്നതുകൊണ്ട് വെള്ളത്തിന് സ്വാഭാവികമായ ഒഴുക്കിനെ നമ്മൾ തടസ്സപ്പെടുത്തും. അങ്ങനെ നമുക്ക് വെള്ളപ്പൊക്കവും മറ്റു കാരണങ്ങളുണ്ട്. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രകൃതിദത്തമായ ഇതിനെല്ലാം സംരക്ഷിക്കണം. ചെറിയ നീരുറവുകളെല്ലാം സംരക്ഷിച്ച് നിർത്തണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വരും ഈ ലോക ജല ദിനത്തില്
എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഇത്രയും ഒരു ചെറിയ കൂട്ടം, നിങ്ങൾക്ക് ഒരു തുള്ളി ജലമെങ്കിലും നമ്മുടെ ഭൂമിക്ക് വേണ്ടി കരുതാൻ പറ്റിയാൽ അത് വരും തലമുറയ്ക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ലോക ജലദിനം ഉദ്ഘാടനം ചെയ്താൽ അടുത്തതായി നമ്മെ അഭിസംബോധന നമ്മൾ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചടയമംഗലം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ ഹരികി നായർ അവരുടെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ജലദിനവുമായി ബന്ധപ്പെടുത്തിയ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ജലത്തിന്റെ സൂക്ഷിക്കേണ്ട ആവശ്യകതയെ പറ്റിയെല്ലാം ഇവിടെ സവിസ്തരം സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഈ വേനൽക്കാലമാകുമ്പോൾ അപ്പോഴാണ് നമ്മൾ ജലത്തിനെ പറ്റി എപ്പോഴും നമ്മളെല്ലാം മനസ്സിലോർത്തൊരു കാര്യമുണ്ട്. ഇത് നടത്താൻ അല്ലെങ്കിൽ ഇതിലേക്കൊരു സംവിധാനം, ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്ന ആൾക്ക് വാസ്തവത്തിൽ വട്ടാണോ എന്ന് നമ്മൾ തെറ്റിച്ചു. ആരെങ്കിലും വില കൊടുത്ത് പച്ചവെള്ളം വാങ്ങി കുടിക്കുമോ എന്ന് ചിന്തിച്ചു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഉപ്പുവെള്ളമാണ്. ആദ്യം 2 ലിറ്ററിന്റെ ഉപ്പുവെള്ളമായിരുന്നു. അതിനുശേഷം അത് 1 ലിറ്ററിന്റെ ഉപ്പുവെള്ളമായി. ഇപ്പൊ 1/2 ലിറ്ററിന്റെ ഉപ്പുവെള്ളമായി. ഇപ്പൊ എനിക്ക് തോന്നുന്ന ഏറ്റവും അവസാനം 350 മില്ലിയുടെ ഉപ്പുവെള്ളം 10 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 7 രൂപ കൊടുത്താൽ വാങ്ങി നമ്മൾ കുടിക്കേണ്ട സ്ഥിതിയിലേക്ക് മാറി. നമ്മുടെ കിണറുകളല്ല വേനൽക്കാലം എത്തുന്നതിന് മുമ്പ് പണ്ടുണ്ടായിരുന്നത് സ്കൂൾ വെക്കേഷൻ കാലത്താണ് ഏറ്റവും വലിയ ഉണക്കുണ്ടാകുന്നത്. ഞാനെല്ലാം 5ലോ 6ലോ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒന്ന് കൊടിയ വേനലുണ്ടായി. ആ വേനലിൽ ഒരു ജൂണാദ്യം തന്നെ മഴ തുടരാത്തതുകൊണ്ട് സ്കൂൾ വെക്കേഷൻ തന്നെ നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്കെല്ലാം ഓർമ്മയുണ്ടാകും. അന്നേ ഞാൻ ഈ ഓരോ തുള്ളി ജലമെടുക്കുമ്പോഴും ഓർക്കുന്നത്, അന്ന് അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരം ആറ്റിലേക്കുണ്ട്. ആറ്റിൽ കുളങ്ങൾ കുഴിച്ചു. ആ കുളങ്ങള് ഒരു കുളം കുടിവെള്ളം എടുക്കാനുള്ള കുളം, അതിന് തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്, അത് ആളുകൾക്ക് കുളിക്കാനുള്ള കുളം. ഒരു കുടിവെള്ളം എടുക്കാനുള്ള കുളത്തിന് വേണ്ടി മുഴുവെല്ലാം വെച്ച് ഇങ്ങനെ വളരെ സുരക്ഷിതമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കളത്തിന്റെ അകത്ത് തലയിൽ ചുമന്നാണ് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ ആഹാരമൊക്കെ പകരം ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതല്ല. അപ്പൊ അത്തരത്തിലേക്ക് കൊടിയ വേനൽ ഉണ്ടായതിനു ശേഷം പിന്നെ അങ്ങനെ ഒരു വേനൽ നമ്മളെ ബാധിച്ചു കൊടുത്തില്ല. എന്നാൽ ഇപ്പോഴതല്ല സ്ഥിതി. മാർച്ച് മാസം ആകുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ കിണറുകളെല്ലാം വറ്റുന്ന സ്ഥിതിയാണ്.